ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാരങ്ങയും വെളുത്തുള്ളി അച്ചാറായിട്ടാണ് വന്നേക്കുന്നത്. ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മാസത്തോളം വിനാഗിരിയിലും ഉപ്പിലും ഇട്ട് വെച്ചതാണ് നാരങ്ങയും പച്ച ചീനിമുളകും കൂടിയിട്ടുള്ളത് കേട്ടോ. ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുകയാണ്. നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കടുകിട്ടിട്ട് നന്നായിട്ട് പൊട്ടി വരട്ടെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു 3 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഉണ്ടാവും, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് വെള്ള അരിമുളകാണ് കേട്ടോ. വെള്ള അരിമുളക് ഓരോന്നിൻ്റെയും നടുവ് കീറിയിട്ട് ഇട്ട് കൊടുത്തതാണ്. ഒരു 10-30 എണ്ണം ഉണ്ടാവും കേട്ടോ. വെള്ള അരിമുളക് ചെറുതായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക, തോനൊന്നും വാടണ്ട. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 വലിയ വെളുത്തുള്ളിയില്ലേ, അതിന് 2 വലിയ വെളുത്തുള്ളി എടുത്തിട്ട് ഓരോ വെളുത്തുള്ളി 2 പീസാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ അത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നന്നായിട്ട് പറഞ്ഞാൽ അധികം ഒന്നും വാടണ്ട, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. രണ്ട് ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി. ഇതാണ് ഇപ്പോൾ നമ്മൾ ചേർത്തേക്കുന്നത്. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒക്കെ കൂടി നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ച് നാരങ്ങയും സുറുക്കിയും ഉപ്പും പച്ചച്ചീനി മുളകൊക്കെ കൂടി ഉള്ളത് അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് എരിവൊന്നുമില്ല കേട്ടോ. ഈ അളവിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എരിവൊന്നുമില്ല. മുളകുകളെല്ലാം ഇട്ട് തരുകൊണ്ട് നല്ല എരിവുണ്ടാവുമെന്ന് വിചാരിക്കും, പക്ഷെ അത്ര എരിവൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് നമുക്ക് കുറച്ച് മസാല കമ്മിയുണ്ട് പോലെ തോന്നി. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊരു ഇത് നല്ല ലൂസായിട്ടുള്ള അച്ചാറല്ല, കുറച്ച് തിക്കായിട്ടുള്ള അച്ചാറാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 1/2 ഗ്ലാസ് സുർക്ക കേട്ടോ. 1/2 ഗ്ലാസ് സുർക്കാണ് ഒഴിച്ചിട്ടുള്ളത്. സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇത് നമ്മൾ അച്ചാർ എടുക്കേണ്ട എപ്പോഴാണ് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ അച്ചാർ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ശരിക്കത്തെ ടേസ്റ്റ് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നല്ല അടിപൊളി അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ.